നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചിട്ടുള്ള കേരള റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് എങ്ങനെയാണ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടുള്ള സിറ്റി വൈസ് സെന്റർ വൈസ് റിസൾട്ടുകൾ NTA റിസൾട്ട് പുറത്തു വന്നിരുന്നു. ലേറ്റസ്റ്റ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റ മുഴുവനായിട്ടും കമ്പൈൽ ചെയ്ത് കൂട്ടി നോക്കിയതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന് ഞാൻ കൂടുതലും ഈ ഡാറ്റ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് 600ന് മുകളിലേക്കുള്ള മാർക്കിലായിരുന്നു. അപ്പോൾ 600ന് താഴേക്കുള്ള മാർക്കിന്റെ ഡേറ്റയുടെ ഒരു ക്രെഡിബിലിറ്റി അതിനകത്തും കുറച്ച് പ്രശ്നങ്ങൾ ഡൗട്ട്ഫുൾ ആണ് ഞാൻ. സോ 600 വരെയുള്ളത് ഏകദേശം അക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ ഓരോ റേഞ്ചിലുള്ള മാർക്ക്, ഓരോ മാർക്കിനും കൃത്യം ഇത്ര മാർക്കിന് എത്രയെന്നുള്ളതിനേക്കാളും ഓരോ റേഞ്ചിന് എത്രയെന്നുള്ളതാണ് പരിഗണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റത്തെ സാധനം ഇതാണ്. കേരള റാങ്ക് 100 ആകുമ്പോഴത്തേക്കും നമ്മളുടെ സ്കോർ എവിടെയായിരിക്കും എന്നുള്ളതാണ്. 700 മാർക്കാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു 700 മാർക്ക് വരെയുള്ള കുട്ടീൻ്റെ കേരള റാങ്ക് വരുന്നത് 100 എന്നുള്ള രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവർക്ക് വളരെ സേഫ് ആണ്. ഇവർക്ക് കേരളത്തിലുള്ള ഏത് കോളേജ് വേണമെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കോളേജുകൾ ഇപ്പം എയിംസ്, ജിപ്മർ പോലെയുള്ള കോളേജുകളും അപ്ലൈ ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളാണ് ഈ 700 മാർക്ക് വരെയുള്ള കുട്ടികൾ. ഇതിനെ സംബന്ധിച്ചിട്ട് ആർക്കും വലിയ ആശങ്കകളില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു റീജിയനാണ് ഈ പറയുന്ന ഈ 700 എന്നുള്ള റീജിയൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. തൊട്ടടുത്ത് വരുന്നത് കേരള റാങ്ക് 200 എത്രയെന്നുള്ളതായിരിക്കും. കേരള റാങ്ക് 200ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 695 695 മാർക്കുള്ള കുട്ടികൾ ഈ കുട്ടികളെ സംബന്ധിച്ചിട്ടും കേരളത്തിലെ ഏതൊരു കോളേജ് വേണമെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു റാങ്കാണിത്. ഏത് കോളേജ് വേണമെങ്കിലും ട്രിവാൻഡ്രോ, കാലിക്കറ്റോ അടക്കമുള്ള ഏത് കോളേജിലേക്കും പോകാൻ വേണ്ടി പറ്റുന്ന ഒരു റാങ്കാണ്. സ്കോർ വിൽ ബി 695. ഇപ്പോൾ 695 ഇപ്പോൾ ലേറ്റസ്റ്റ് സ്കോർ ഉള്ള കുട്ടികൾക്ക് സേഫ് ആയിട്ട് അങ്ങനെ വിചാരിക്കാം. ഇനി 690 വരുമ്പോഴത്തേക്കും കേരള റാങ്ക് 300 എന്നുള്ള രൂപത്തിലേക്ക് ആയി വരുന്നുണ്ട്. ഈ കേരള റാങ്ക് 300 എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവിടെ ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടണം എന്ന് നിർബന്ധമില്ല ഈ 690 മാർക്കുള്ള കുട്ടിക്ക്. അപ്പോൾ പ്രഡിക്ഷൻ ഇതാണ്, 690 പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ 690ക്കും 695നും ഇടയിലുള്ള മാർക്കിൽ മാത്രമേ നമുക്ക് ഒരു കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ കാറ്റഗറി കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം 264 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടില്ല. സ്റ്റിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഈസ് പോസിബിൾ വിത്ത് ദിസ് റാങ്ക് ആൻഡ് ദിസ് മാർക്ക് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ഇതാണ് അതിന്റെ ഒരു ഫസ്റ്റത്തെ നിലയിൽ ഒരു കട്ട് ഓഫ് എന്നുള്ള രൂപത്തിൽ ഏറ്റവും ആദ്യം പ്രസക്തമായിട്ടുള്ള റാങ്ക്. കേരള റാങ്ക് 300, കേരള സ്കോർ നീറ്റ് സ്കോർ 690 എന്നുള്ളതാണ് വരുന്നുണ്ടാവുക. ആൻഡ് അടുത്ത മാർക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ രണ്ട് സ്ഥലത്തും ആദ്യത്തെ 20 മാർക്കിൽ 100 ആളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ 5 മാർക്കിലായിരുന്നു. മാർക്കിന്റെ റേഞ്ച് കുറഞ്ഞു വന്നു. 3 മാർക്കിൽ അടുത്ത 100 ആൾ വരുന്നുണ്ട്. 687 മാർക്കിൽ അടുത്ത 100 ആൾ റാങ്ക് 400 ആയി മാറുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പരിസരത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെങ്കിൽ ട്രിവാൻഡ്രം ക്ലോസ് ആവുന്നുണ്ടാവും. ആൻഡ് ഇനി മുതൽ ഓപ്പൺ ആവുന്ന പ്രധാനപ്പെട്ട കോളേജുകൾ ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം എന്നുള്ള കോളേജുകളാണ്. ആലപ്പുഴയും തൃശ്ശൂർ, കോട്ടയം ഏകദേശം ഒരേപോലത്തെ കോളേജുകളാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ സൗകര്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ദിസ് ഈസ് കേരള റാങ്ക് 400 ഫോർ നീറ്റ് സ്കോർ 687 എന്നുള്ളതായിരിക്കും പറയാനുള്ള ഒരു കാര്യം. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും ഒരു 4 മാർക്കിന്റെ വ്യത്യാസത്തിൽ ഒരു 100 റാങ്ക് കൂടി മാറുന്നുണ്ട്. കേരള റാങ്ക് 500 ഡെഫിനറ്റ്ലി ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ട്രിവാൻഡ്രം കംപ്ലീറ്റ്ലി ക്ലോസ് ആവും. ആൻഡ് ദിസ് ഈസ് പോസിബിൾ ആയിട്ടുള്ളത് മറ്റു 3 കോളേജുകളാണ്. ഏറ്റവും മികച്ച കോളേജുകൾ തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം എന്നുള്ളതായിരിക്കും നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ ചോയ്സുകൾ ഏറ്റവും നന്നാവുക. ആൻഡ് സ്കോർ ഈസ് 683. ഇനി അങ്ങോട്ട് പോകുമ്പോൾ 681. അടുത്ത 2 മാർക്കിനാണ് 100 റാങ്ക് ക്ലോസ് ആവുന്നത്. അപ്പോൾ 600 തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ 3 കോളേജുകളിൽ തന്നെ 681 വരെയുള്ള കുട്ടികൾക്കും ആലപ്പുഴ, കണ്ണൂർ, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം ഈ 3 സ്ഥലത്തേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഇനി അടുത്തത് വരുമ്പോൾ വീണ്ടും 2 മാർക്കിന് 100 റാങ്ക് മാറി 700 ആകുമ്പോൾ 679 വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അടുത്തത് 676ന് 800 വരുന്നുണ്ട്. ഈ റാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 676 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ഉള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് മിക്കവാറും കേരള സീറ്റ് ക്ലോസ് ആവുന്ന സ്ഥലമാണ്. ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരള സീറ്റ് ക്ലോസ് ആവില്ല. നമ്മളെ 676 എന്നുള്ള മാർക്കും ഇവിടെയുള്ള 800 എന്നുള്ള റാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കേരള കുട്ടിക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് ജനറൽ സീറ്റുകൾ ക്ലോസ് ആവാൻ തുടങ്ങുന്ന സ്ഥലമാണ്. തൊട്ടടുത്ത റാങ്കിൽ 900 ആകുമ്പോഴത്തേക്കും യു ക്യാൻ സി 675 റാങ്ക് 900 ആണ്. അതിലോട് കൂടിയിട്ട് ജനറൽ കാറ്റഗറി, ജനറൽ മെറിറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളെല്ലാം തീരുന്നുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ള കാര്യം. ഇനി ഒരു 100 റാങ്ക് കൂടി OBC ഒക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും തീർന്നു. ഇപ്പോൾ 675 ഇസ് ദ കട്ട് ഓഫ് ഫോർ കേരള എന്നുള്ളതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനം. ഇവിടെ വരെയുള്ള ഡേറ്റ ഏകദേശം ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ കേരള റാങ്ക് 1000 കൂടി പോവാം. കേരള റാങ്ക് 1000 എന്ന് പറയുമ്പോൾ 672 ഏകദേശം 48 മാർക്കിനാണ് 1000 കുട്ടികളുള്ളത്. ആദ്യത്തെ 48 മാർക്ക് നമുക്ക് 672 720 48 മാർക്കിന്റെ ഉള്ളിൽ
1000 കുട്ടികളുടെ വ്യത്യാസമാണ് നമുക്ക് ഇതാ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കേരള റാങ്ക് 1000 ആവും. ഇതോട് കൂടിയിട്ട് ഏകദേശം ഒ-ബി-സിയിലടക്കം 672 എന്ന് പറയുന്ന മാർക്കിന് ഒ-ബി-സിയിലടക്കം കേരള സീറ്റുകൾ തീരുകയും ഇതിനപ്പുറത്തേക്കുള്ള കുട്ടികളെല്ലാം ഓൾ ഇന്ത്യ സീറ്റുകൾ നോക്കുകയും ചെയ്യേണ്ടി വരും. ഇനി അങ്ങോട്ടേക്ക് പോകുന്നതോടെ ഒരു ക്ലട്ടറിംഗ് കാണുക. കാരണം ഇനിയുള്ള 1000 കുട്ടികൾ വരുന്നത് ഇനിയുള്ള ഒരു 12 മാർക്ക് ഗ്യാപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു 13 മാർക്ക് ഗ്യാപ്പിലേക്കാണ് ഇനി 1000 കുട്ടികൾ വരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഇന്നലത്തെ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത 100 റാങ്ക് വരുന്നത് ആക്ച്വലി ചെറിയ മാർജിനിലാണ് വരുന്നത്. ഇവിടെ 672 ആണെങ്കിൽ 2 മാർക്കിനും കൂടി അടുത്ത 100 റാങ്ക് 1100 ആയി. ഇനി അടുത്തതിനകത്ത് ഇതൊക്കെ ഓൾ ഇന്ത്യയിൽ ഫില്ലാവുന്ന സീറ്റുകളാണ് കേട്ടോ. 669-ന് 1200 വരും. ഓൾ ഇന്ത്യയിലേക്ക് പോകുന്ന സീറ്റുകളാണ്. അതുപോലെ തന്നെ 666-ന് 1300 വരും. അതുപോലെ 665-ന് 1400 വരും. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. 666-ന് 1300 ആയിരുന്നെങ്കിൽ 1 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഈ റേഞ്ചിൽ 100 കുട്ടികൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കാണാൻ വേണ്ടി പറ്റും. നല്ല ഹൈ കോമ്പറ്റീഷൻ, ഒരുപാട് കുട്ടികൾ വരുന്ന ഒരു റീജിയൻ ആണ് ഈ പറയുന്ന ഒരു സ്ഥലം. ഇനി 664-ന് 1 മാർക്കിന്റെ വ്യത്യാസത്തിൽ വീണ്ടും ഒരു 100 കുട്ടികളും കൂടി വന്ന് 1500 ആവും കേരള റാങ്ക്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ 662-ന് 1600 ആവും. ഇനി 1700 വരുന്നത് 660-നാണ്. അതുപോലെ തന്നെ 1800 വരുന്നതും 660-ന് തന്നെയാണ്. അപ്പോൾ ഈ 1800 ആയിരുന്നു കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കയറിപ്പോയ ഒരു കുട്ടിയുടെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് റാങ്ക് എന്ന് പറഞ്ഞാൽ 1800 ആയിരുന്നു. 660 ആണ്. സോ ഇവിടെ വരെയുള്ള കുട്ടികൾക്ക് ഏകദേശം സീറ്റ് 100% ഉറപ്പാണ് എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിന് താഴേക്ക് വരുന്ന കുട്ടികൾ ബോർഡർ ലൈനിലേക്ക് പോകുന്ന കുട്ടികളാണ് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ഇന്നലത്തെ വീഡിയോയിലും സൂചിപ്പിച്ചതാണ്, ഇതിന്റെ താഴെയുള്ള കുട്ടികൾ ബോർഡർ ലൈനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം നമ്മൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ച് വരെയൊക്കെ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന മാർക്കും റേഞ്ചും ഒക്കെ കൺസിസ്റ്റന്റ് ആയിരിക്കും. വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. വ്യത്യാസങ്ങൾ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പ്രഡിക്ഷൻ ആണ്, അതുകൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ വലിയ വ്യത്യാസങ്ങൾ ഈ റേഞ്ചിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇവിടെ വരെയുള്ള ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് 657 ആകുമ്പോഴത്തേക്കും 1900 ആയി. കഴിഞ്ഞ വർഷം ഈ 1900 കേരള റാങ്ക് ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യയിലെ ഒരു സ്ഥലത്തും സീറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണ കേരള കുട്ടികൾ കുറച്ചുകൂടി നല്ല നിലയിൽ കോമ്പീറ്റ് ചെയ്തത് കൊണ്ട് ഈ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഷുവർ ഷോട്ട് അല്ല എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഷുവർ ഷോട്ടായിട്ടും ഒരു 654 വരെ കിട്ടുമെന്നൊക്കെ മുന്നേ ഞാൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിൻവലിക്കുകയാണ്. ഇവിടെ എനിക്ക് ഷുവർ ഷോട്ടായിട്ട് പറയാൻ കഴിയില്ല. കാരണം കേരള റാങ്കിൽ ഒരു ഹൈക്ക്, കേരള കട്ട് ഓഫിൽ ഒരു ഹൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സാധനം വരുന്നുണ്ടാവുക. ഇനി കേരള റാങ്ക് 2000 വരുമോ? കേരള റാങ്ക് 2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഈ പറയുന്ന BDS ഒക്കെ, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോടിലൊക്കെ BDS ഒക്കെ സെലക്ട് ചെയ്യുന്ന റാങ്കുകളാണ്. അത് വരുന്നത് 656 ആണ് ഏകദേശം വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുക, ഇപ്പോൾ കേരള ഇപ്പോൾ കാലിക്കറ്റ് ഡെന്റൽ കോളേജ് അതിന് 2200 2300 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ കട്ട് ഓഫ് വരുന്നത് ഈ 656. കഴിഞ്ഞ വർഷത്തത് പോലെയാണെങ്കിൽ ഈ റേഞ്ചിൽ കാലിക്കറ്റിൽ ഡെന്റലൊക്കെ ക്ലോസ് ആവാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണാം. ഇത് കറക്റ്റ്ലി എക്സാക്ട്ലി ഇവിടെ ക്ലോസ് ആവുന്നല്ല പറയാ, ഇവിടെ മുതൽ അങ്ങോട്ടേക്കായിരിക്കും കാലിക്കറ്റ് ഡെന്റലൊക്കെ വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. 2100 ആകുമ്പോഴത്തേക്കും 655 ആയി. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ജസ്റ്റ് ഒരു മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ 2000-ഉം 2100 തമ്മിൽ. അവിടെ ക്ലട്ടറിംഗ് ഉണ്ട്, ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് ആ ഭാഗത്ത് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. 653-ലേക്ക് 2200 വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 649-ലേക്ക് 2500 വരും. സോ ഈ പൊസിഷനിലൊക്കെ ഡെഫിനറ്റ്ലി കാലിക്കറ്റ് ഡെന്റൽ കോളേജ് ഒക്കെ ക്ലോസ് ആവുന്ന ഒരു റീജിയൻ ആയിരിക്കും ഈ 2500 എന്നൊക്കെ പറയുന്ന കേരള റാങ്ക്. അതിന്റെ കറസ്പോണ്ടിങ് സ്കോർ വരുന്നത് 649 ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു എന്താ പറയാ, ഒരു താല്പര്യത്തിന്റെയും കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നതിന്റെയും പുറത്ത് ഇരുന്ന് കമ്പൈൽ ചെയ്തുണ്ടാക്കിയ ഡാറ്റയാണ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത്. മിസ്റ്റേക്സ് ഉണ്ടാവാം, പക്ഷേ ഒരുപാട് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഈ ഒരു റേഞ്ച് വരെയൊക്കെ വളരെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി 3000 റേഞ്ച്, ഇനി നമുക്ക് 100-100ന്റെ റേഞ്ച് മാറ്റിയിട്ട് ഞാൻ 500ന്റെ റേഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരള റാങ്ക് 3000 ആകുമ്പോഴത്തേക്കും 642 ആവും. ഡെന്റൽ കോളേജുകൾ കിട്ടുന്ന സ്ഥലമാണ്. ഡെന്റൽ കോളേജുകളിൽ നിങ്ങൾക്ക് കോട്ടയോ തിരുവനന്തപുരമോ കിട്ടും. ഡെന്റലിന്റെ ഒരു പ്രിഫറൻസ് ഓർഡർ വരുമ്പോൾ കാലിക്കറ്റ്, തിരുവനന്തപുരം, കോട്ടയം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ടയറിൽ വരുന്ന കോളേജുകൾ. അവിടെ കിട്ടുന്ന ഒരു മാർക്കുകളാണ് ഈ പറയുന്ന സാധനങ്ങൾ. 3500 വരുമ്പോഴത്തേക്ക് 636 ആയി. ആൻഡ് 4000 വരുമ്പോൾ 631 ആവും. ഇവിടെ എത്തുമ്പോൾ കേരള BDS യൂഷ്വലി ക്ലോസ് ആവും. കേരള BDS യൂഷ്വലി ഗവൺമെന്റിൽ ക്ലോസ് ആവുന്ന റീജിയൻ ആണ് 631. 4000 വരെയാണ് അതിന്റെ ഒരു സാധനം പോകാറുള്ളത്. ആൻഡ് ഇനി അങ്ങോട്ടേക്ക് 4500 പോകുമ്പോൾ 624 ആയി. 624 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിനറിന്റെ ഒക്കെ ഒരു ബോർഡറിലേക്കൊക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലമാണ്. ആൻഡ് 5000-ൽ 617 ആയി. ആൻഡ് 6000 വരുമ്പം 605 ആയി. കഴിഞ്ഞ വർഷം 605 എന്നുള്ള കുട്ടിക്ക് 2000 ആയിരുന്നു കേരള റാങ്ക് എന്നുള്ളതാണ്. ഇത്തവണത് 3 ഇരട്ടിയാണ്. 605 ഉള്ള കുട്ടിക്ക് 6000 ആയിരിക്കും കേരള റാങ്ക് വരുന്നുണ്ടാവുക. ഇവിടെ വരെയുള്ള ഡാറ്റകൾ ഇതും ഇനി കുറച്ചും കൂടി അങ്ങോട്ടേക്ക്, ഇനി നമുക്ക് ഒരു 7000 റാങ്ക് വരുന്നത് 592 ആണ്. കേരള സെൽഫ് ഫിനാൻസിങ് MBBS വളരെ സുഖമായിട്ട് കിട്ടുന്ന കോളേജുകൾ
കുറേയധികം കോളേജുകൾ ഇപ്പോൾ KMCT, മലബാർ മെഡിക്കൽ കോളേജ്, ഗോകുലം മെഡിക്കൽ കോളേജ് ഒക്കെ ക്ലോസ് ആവുന്ന റീജിയനാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുക. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി കേരള റാങ്ക് 8000, സ്കോർ 579. ഇവിടെ മുതലാണ് ഞാൻ പറഞ്ഞത് ഡാറ്റയിൽ ചെറിയ ഇൻകൺസിസ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മുതലുള്ളതിൽ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ 8000-ന് 579 എന്നായിരിക്കും. അപ്പോൾ ഈ റാങ്കുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ് MBBS സ്കോർ ഏകദേശം ശരിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ സെപ്പറേറ്റ് കളർ കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 9000 ആണ് കേരള റാങ്ക്. 9000 കേരള റാങ്കിന് സ്കോർ 567 വരുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി ഈ ലിസ്റ്റിൽ എനിക്ക് നിങ്ങളോട് കാണിച്ചു തരാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ 10000 കേരള റാങ്കാണ്. ഏകദേശം 555 എന്നുള്ള സാധനമാണ്. ഈ 9000 എന്ന് പറയുന്ന 9000 ടു 10000 എന്ന് പറഞ്ഞ റേഞ്ചിലാണ് സെൽഫ് ഫിനാൻസിങ് MBBSന്റെ കട്ട് ഓഫ് വരാറുള്ളത് ജനറൽ കാറ്റഗറിക്ക് എന്നുള്ള കാര്യം കൂടി പറയാണ്. സോ ഇത് വളരെ ശ്രമകരമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയുടെ റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള കാര്യം. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ഏത് മാർക്കിൽ ഏത് റേഞ്ചിൽ എവിടേക്ക് എത്തുന്നുണ്ടാവും, എങ്ങനെയായിരിക്കും അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ. കേരള റാങ്ക് ഒരു 1800 വരെയുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഓൾ ഇന്ത്യയിൽ MBBS കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 1800 ഒക്കെ വരുന്ന 660, 659 എന്നൊക്കെ പറയുന്ന പോലെ വരെ ഏകദേശം സേഫ് ആണ് ഓൾ ഇന്ത്യയിലെങ്കിലും MBBS കിട്ടുന്നത്. അതിന്റെ താഴേക്കുള്ള കുറച്ച് ആൾക്കാർ ബോർഡർ ലൈനിലാണ് എന്നുള്ള കാര്യമാണ് മുന്നേ പറഞ്ഞതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി എന്താ പറയുക, ദിസ് വീഡിയോ ഈസ് പബ്ലിഷ്ഡ് ബൈ ഡോപ്പ നീറ്റ് കോച്ചിങ്. അപ്പോൾ ഡോപ്പയുടെ പ്രൊമോഷൻസ് ഇതിന്റെ പാർട്ടായിട്ട് നമ്മൾ പറയാറുണ്ട്. ജസ്റ്റ് നമ്മളുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് എല്ലാം ഫിൽഡ് ആണ്. എല്ലാത്തിലും ക്ലാസ്സുകൾ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുട്ടികൾ ഹോം സിക്നസ് കൊണ്ടൊക്കെ വെക്കേറ്റ് ചെയ്ത് പോയ സീറ്റുകൾ ബാക്കിയുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങളൊരു 600-ന് മുകളിൽ മാർക്കുള്ള കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോപ്പയുടെ എയിംസ് ബാച്ചിലേക്ക് നിങ്ങളെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. 500-ന് മുകളിൽ മാർക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ ബാച്ചുകളിലേക്ക് നിങ്ങളെ തീർച്ചയായിട്ടും പ്ലേസ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സ്കോളർഷിപ്പുകളും നിങ്ങൾക്ക് ഫീസും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തീർച്ചയായിട്ടും നമുക്ക് പ്ലേസ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. ഡോപ്പയുടെ ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ആയിട്ടുള്ള ഷുവർ ഷോട്ട് 16ന്റെ എക്സാം വരാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് 11, 12-നാണ്. സോ അതിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് ഡോപ്പയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഓഫീസ് നമ്പർ എല്ലാം ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുക, നമ്മൾ പറഞ്ഞുതരാം. പിന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളോട് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓരോ കമന്റിനും ഇരുന്ന് റിപ്ലൈ അയക്കാറുണ്ട് സമയം കിട്ടുന്നത് അനുസരിച്ചിട്ട്. തീർച്ചയായിട്ടും തരുന്നുണ്ടാവും. ഇനി അടുത്തടുത്ത കുറച്ച് വീഡിയോസ്, അതായത് കാറ്റഗറി വൈസുള്ള കട്ട് ഓഫ് മാർക്കുകൾ, OBC, EWS, SC ST പോലെയുള്ള കട്ട് ഓഫ് മാർക്കുകൾ, ഓരോ കോളേജ് അനുസരിച്ചുള്ള സാധ്യതകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ പ്രിഫറൻസ് ഓർഡറുകൾ മുതലായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതേ ചാനൽ പബ്ലിഷ് ചെയ്യാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ, സീ യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.